ഹരിയാനയിൽ ഇനി ഒന്നും നോക്കാനില്ലേ? ആദ്യഘട്ട ഫലസൂചനകൾ കൃത്യമായ ഒരു ട്രെൻഡിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. 74 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 47 ഇടങ്ങളിൽ കൃത്യമായി കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഹരിയാനയിൽ എന്ത് ഫലസൂചനയാണ് പുറത്തേക്ക് വരേണ്ടത് എന്ന് കോൺഗ്രസുകാർ ചോദിക്കുന്നുണ്ടായിരിക്കും. ആഹ്ലാദാരവങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ തലയിൽ വെച്ച് കൊടുക്കാനുള്ള തലപ്പാവ് എന്തിക്കൊണ്ട് അണികൾ വരികയാണ്. ACC ആസ്ഥാനത്തടക്കം ആഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ഹരിയാനയിൽ നിന്നുള്ള വാർത്ത. കോൺഗ്രസ് അണികൾ രാജ്യമാകെ പ്രതീക്ഷിച്ചിരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഫലസൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. 47-20 ഹരിയാനയിൽ. 47ലേക്ക് ആദ്യത്തെ ഫലസൂചനകൾ അനുസരിച്ച് കേവല ഫലസൂചനകൾ മാത്രമാണ്. ഇത് നമുക്ക് അന്തിമ ഫലസൂചനയായി ഇങ്ങനെ തന്നെ വരുമോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ലീഡ് നിലയിൽ കോൺഗ്രസ് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. ഹരിയാനയിൽ അർജുൻ പീതാംബരനുണ്ട്. അർജുൻ അവിടെ റെഡിയാണെങ്കിൽ നമുക്ക് അർജുനിലേക്ക് പോകാം. 47 ഭൂപീന്ദർ സിംഗ് ഹൂഡ അടക്കം വിനേഷ് ഫോഗട്ട് അടക്കം 47 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP 20 സീറ്റുകളിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. 70 സീറ്റാണ്. 70 സീറ്റുകൾക്ക് മുകളിൽ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ലക്ഷ്യം വെക്കുന്നതും മുന്നിൽ കാണുന്നതും. അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് 3-2 ഭൂരിപക്ഷവുമായി വമ്പിച്ച വിജയത്തിലേക്ക് പോവുകയാണോ കോൺഗ്രസ്? എല്ലാ ഫാക്ടറുകളും കോൺഗ്രസ് അനുകൂലമായിരുന്നു. 10 വർഷം ഭരിച്ച BJP സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. ജാട്ട് വികാരം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, കർഷകരുടെ പ്രതിഷേധം, അഗ്നിവീർ പദ്ധതിയെ ചൊല്ലി അവിടെ പ്രത്യേകിച്ച് ജവാന്മാർ ധാരാളമുള്ള ഇടമാണ്. അഗ്നിവീർ പദ്ധതിയെ കുറിച്ചുള്ള ജനങ്ങളുടെ വിപ്രതിപത്തി ഇതെല്ലാം ചേർന്ന് കിസാൻ, ജവാൻ, ഫയൽവാൻ എല്ലാവരും കൂടി ചേർന്ന് BJPയുടെ കഥ കഴിക്കുകയാണോ? അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിലൂടെയാണ് ഈ പറയുന്നത് പോലെ 70 സീറ്റുകളിലൊക്കെ വിജയിച്ചാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് നയിക്കുന്നത് എങ്കിൽ പിന്നെ അവിടെ ഒരു ആഭ്യന്തര കലാപത്തിനോ അവകാശവാദത്തിനോ ഉള്ള യാതൊരു സാധ്യത പോലും അവശേഷിക്കുന്നില്ല. ഹൂഡ തന്നെ അധികാരത്തിലേക്ക് നടന്നു വരും. അതിനപ്പുറത്തേക്ക് ഒരു ബലാബലമൊക്കെ ആണെങ്കിലാണ് കുമാരി ഷെൽജ അടക്കമുള്ളവരുടെ അവകാശവാദങ്ങൾക്കൊക്കെ ഹൈക്കമാൻഡ് ചെവി കൊടുക്കുക എന്നുള്ളത് പോലും പ്രധാനമാണ്. അങ്ങനെ ഭൂപീന്ദർ സിംഗ് ഹൂഡ എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളിലും വിജയം മാത്രം ഫലമായി എഴുതി മുന്നോട്ട് പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യം ദാ അവിടെ വരികയാണ്. ഇത്രയും വലിയ ലീഡ് നിലയിലുള്ള 74 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 47 ഇടങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. പകുതിയിൽ കുറവിടങ്ങളിൽ മാത്രമാണ് BJPക്ക് അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഭിവാനി മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഹരിയാനയിൽ 89 ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒരിടത്ത് മാത്രമാണ് അവിടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. ഭിവാനിയിൽ CPM സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത കൂടി. മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ ലീഡ് അറിഞ്ഞിട്ടില്ല, അത് അറിയുമ്പോൾ പറയാം. എന്തായാലും 89 കോൺഗ്രസ്, ഒരിടത്ത് CPM ആണ്. അതിൽ ഒരു CPM സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ്. ഭിവാനിയിൽ CPM സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. 47 ഇടത്ത് കോൺഗ്രസ് സഖ്യം, 20 BJP, 2 ഇന്ത്യൻ നാഷണൽ ലോക്ദൾ. JJP വലിയ ഒരു പരാജയത്തെ മുന്നിൽ കാണുന്നു എന്ന് വേണമെങ്കിൽ ഹരിയാനയിൽ നിന്ന് പറയാം. ഹരിയാനയുടെ ചിത്രം വ്യക്തമാണോ? ഹൂഡയെ തോൽപ്പിക്കാൻ ഇനി ആവില്ലേ മക്കളെ എന്നുള്ള ചോദ്യത്തിന് ഹരിയാന ഉത്തരം പറയാനിരിക്കുകയാണ്. 47 ഇടങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. അർജുൻ, കേൾക്കാമെങ്കിൽ ആഹ്ലാദാരവങ്ങൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ കേട്ടു തുടങ്ങിയോ? ആഹ്ലാദാരവങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഹരിയാനയിൽ അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം എന്നുള്ള ആ ഒരു മാർക്ക് ഇപ്പോൾ കോൺഗ്രസ് പിന്നിടുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഹരിയാനയിൽ BJPയുടെ ലീഡ് നില താഴോട്ടാണ് എന്നുള്ള കാര്യം. ഇപ്പോഴും 15 സീറ്റുകളിൽ 15 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ ലീഡ് നില അറിയാനുണ്ട്. ആ സമയത്ത് തന്നെ ആദ്യ ഫലസൂചനകൾ കൊണ്ട് അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട അപ്പുറത്തേക്ക് ലീഡ് നില കോൺഗ്രസ് ഉയർത്തുന്നു. തീർച്ചയായിട്ടും ഇനിയൊരു തിരിച്ചുപോക്കില്ല ഇതിൽ നിന്നും എന്നുള്ള കാര്യം കോൺഗ്രസ് വ്യക്തമായി ഉറക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് ഇത്ര വലിയൊരു നേട്ടം കരസ്ഥമാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ട് BJP പോകുന്നു എന്നുള്ളത്. ഹരിയാനയിലെ തെരുവുകളിൽ ഇറങ്ങി ഒരു 4 പേരെടുത്ത് സംസാരിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും അതിന് കാരണം എന്താണെന്ന്. അവർ തന്നെ വരുത്തി വെച്ച പ്രശ്നങ്ങൾ, അത് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും അതിനൊന്നും മുഖം കൊടുക്കാതെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞിട്ടും അതൊന്നും ചർച്ച ചെയ്യാതെ പരിഹരിക്കാതെ മുഖവിലേക്ക് പോലും എടുക്കാതെ മുന്നോട്ട് പോയ അവരുടെ ആ നയം, ആ നിലപാട്, അതിന് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി അത് BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്നു ഹരിയാനയിൽ എന്നുള്ളതാണ്. അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 15 സീറ്റുകളുടെ ഫലസൂചനകൾ വരുന്നതിന് മുൻപേ 47 എന്നുള്ള നിലയിലേക്ക്
കോൺഗ്രസ് കുതിക്കുന്നതും നേരത്തെ 25 ഉണ്ടായിരുന്നിടത്ത് നിന്നും 19ലേക്കും 20ലേക്കും BJP ഇപ്പോൾ വീണ്ടും താഴുന്നതും ഇനി ഇതിൽ ഒരു തിരിച്ചുപോക്കില്ല. ഒരു 50 കടന്നിരിക്കുന്നു. BJP 19ലേക്ക് വീഴുന്നു. ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് അർദ്ധ സെഞ്ചുറി പിന്നിട്ട് കുതിക്കുകയാണ്. 50 എടുത്ത് കോൺഗ്രസ്, 19 എടുത്ത് BJP എന്നുള്ളതാണ് ഹരിയാനയിലെ ഏറ്റവും പുതിയ ചിത്രം. അതായത് കോൺഗ്രസ് അർദ്ധ സെഞ്ചുറി പിന്നിടുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം 70 സീറ്റുകളാണ്. 90-ൽ 70 എന്ന വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിലുള്ളത്. 4-ൽ 3 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുകയാണോ കോൺഗ്രസ്? 90 സീറ്റുകളുടെ ഫലസൂചനയും വരുമ്പോൾ 50 കടന്ന് കോൺഗ്രസ് കുതിക്കുകയാണെന്ന ഫലസൂചന പ്രേക്ഷകരെ അറിയിക്കുന്നു. 51-19 എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുൻപിലാണ്. ചുലാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 വർഷം അധികാരത്തിൽ നിന്ന് മാറിയതിനു ശേഷം ഇത്രമേൽ ഗംഭീരമായ ഒരു തിരിച്ചുവരവല്ലാതെ മറ്റെന്താണ് കോൺഗ്രസ് അവിടെ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾക്ക് ശേഷം അർഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയാവുകയാണ്. 51 ഇടങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. 19 ഇടങ്ങളിലേക്ക് BJP ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. 77 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അത് 90 ആകുന്ന സമയത്ത് 70 സീറ്റുകളിൽ മുത്തമിട്ട് നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഹരിയാന മുന്നോട്ട് വെക്കുന്നത്. അത് സാധ്യമാകുമെന്ന് ആത്മവിശ്വാസം നൽകുന്നതാണ് ആദ്യഘട്ട ഫലസൂചനകൾ കോൺഗ്രസിന്. അതേസമയം കാശ്മീരിൽ 32 ഇടങ്ങളിലാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. BJPക്ക് 26 ഇടങ്ങളിൽ മാത്രമാണ് ലീഡെടുത്ത് നിൽക്കാൻ കഴിയുന്നത്. പഴയതുപോലെയല്ല, 45 ഇടങ്ങളിലല്ല, 72 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോഴാണ് ഏറെക്കുറെ എല്ലാ സീറ്റുകളുടെയും ഫലസൂചനകൾ പുറത്തു വന്ന് തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ ഫലസൂചനകൾ നൽകി, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ നൽകിയതെങ്കിൽ ഇപ്പോൾ